ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. നമ്മൾ അരി കുതിർക്കാൻ വെക്കാൻ മറന്നു പോയാൽ ഇതുപോലെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ പാലപ്പം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ അരിപ്പൊടിയായിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഈസ്റ്റ് 1/4 ടീസ്പൂണിലും കുറവായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ വെള്ളം കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ പൊടിയൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഞാനൊരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാക്കി ഒരു 1/4 കപ്പ് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് 2 കപ്പ് പൊടിക്ക്. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ബാറ്ററാക്കിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഒരു മിനിറ്റ് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ നല്ല പൊങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പൊങ്ങിയത് കുറച്ച് താന്നിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ 1 മണിക്കൂർ അരമണിക്കൂർ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും നമ്മുടെ മാവ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചൂടാണെങ്കിൽ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറാവട്ടെ നമ്മുടെ മാവ് പൊങ്ങ് വരാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കറി റെഡിയാകുമ്പോഴേക്കും നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് റെഡിയായി കിട്ടും. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി പാലപ്പച്ചട്ടി നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1.5 തവി മാവ് വെച്ചതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വന്നിട്ട് നമ്മുടെ പാലപ്പം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പാലപ്പം റെഡിയാക്കി എടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ മാവ് വെച്ച് കൊടുക്കുന്ന സമയത്ത്, എന്നാലും നമുക്ക് നല്ല ഹോൾസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പാലപ്പത്തിന് നിറയെ ഹോൾസ് ഉണ്ടല്ലോ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പാലപ്പം നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ്. ഞാനിതിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പാലപ്പം തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ പാലപ്പം തയ്യാറാക്കി കിട്ടാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.